നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു കേക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രഷർ കുക്കറിനകത്തിട്ട് ചെയ്യാവുന്ന ഒരു കേക്കാണ്. ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മൾ ആ ഒരു കേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് മാത്രം ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 6 ടൈപ്പ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണം എടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ഉള്ള ബിസ്ക്കറ്റായ ആ ഒരു ഫ്ലേവർ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ 6 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പൊട്ടിച്ചിടാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റായ ട്രീറ്റ് ബസ്റ്റ് അതൊന്ന് പൊട്ടിച്ചിടാം. ഓക്കെ, അത് നമ്മൾ ഈ ബിസ്ക്കറ്റ് എല്ലാം ഫുള്ള് പൊട്ടിച്ചിടുകയാണ്. ഓക്കെ, അടുത്ത നമുക്ക് പൊട്ടിക്കാനുള്ള ബോർബോണാണ്. ബോർബോൺ നമ്മളിട്ട് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണോ ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ ബോർബോൺ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, കാരണം ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് എടുത്തന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ യുണീബിക്ക് ഇനി നമ്മുടെ ടൈഗർ ബിസ്ക്കറ്റ് ബാക്കിയുള്ള എല്ലാം മാരിലൈറ്റും എല്ലാം കൂടെ വേറൊരു ബൗളിലാക്കാം. എന്നിട്ട് നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒരു തരി പോലും പൊടിയാതെ കാണാൻ പാടില്ല, നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 2 പാർട്ടാക്കി തിരിച്ചെന്ന് പറയുമ്പം ഒരു പാർട്ടായിട്ട് നമ്മുടെ മിക്സിയിൽ കയറില്ല, അതുകൊണ്ടാണ് 2 എണ്ണമായിട്ട് തിരിച്ചത്. ഒക്കെ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞ് ഈ ഒരു പരുവത്തിലായിട്ട് നമ്മുടെ ക്രീം ബിസ്ക്കറ്റിൻ്റെ എല്ലാം പൊടി വന്നു. ഇനി നമുക്ക് ആ മാരിലൈറ്റ് നമ്മുടെ ടൈഗർ ബിസ്ക്കറ്റ് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ 1 കപ്പ് പാലാണ്. പാലെടുക്കുന്നത് ഞാനിപ്പോൾ 1 കവർ പാൽ മൊത്തം എടുത്താണ് അടിച്ചെടുത്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പ് 1 കപ്പോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ആ 2 ബാറ്ററും നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. പാലൊഴിച്ച് മിക്സ് ചെയ്തെടുത്തതാണിത്. എന്നിട്ട് നമുക്കത് രണ്ടും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല സ്മൂത്ത് ബാറ്ററാണ്, നല്ല അടിപൊളിയായിട്ട് കാണാൻ തന്നെ നല്ല രസമാണ്. നല്ല സ്മൂത്ത് ബാറ്ററാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം കൊക്കോ പൗഡറാണ്. ഇതിപ്പം കൊക്കോ പൗഡറിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മുടെ ബിസ്ക്കറ്റിലൊക്കെ ആവശ്യത്തിന് കൊക്കോ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അതായത് നമ്മുടെ ഈ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രഷർ കുക്കർ എടുക്കാം. പ്രഷർ കുക്കർ എടുത്തതിന് ശേഷം അതിനകത്ത് ശകലം ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഓയിലോളം ഇട്ട് ഒന്ന് തടവി കൊടുക്കാം. നമ്മുടെ കേക്ക് പെട്ടെന്ന് ഇളവി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എടുക്കാം. അപ്പോൾ അത് സൈഡിലൊക്കെ ഒന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ബട്ടർ പേപ്പറാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയ ബട്ടർ പേപ്പറാണ്. അതായത് നമ്മുടെ A4 സൈസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയ ബട്ടർ പേപ്പറാണ്. അപ്പോൾ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം, പെട്ടെന്ന് ഇളവി വരാൻ വേണ്ടിയിട്ടാണ്. അതായത് കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർ പേപ്പർ വയ്ക്കുന്നത്. ഓക്കെ, നല്ല ഫിക്സ് ആയിട്ടുള്ള രീതിയിൽ ബട്ടർ പേപ്പർ എഴുതുന്നതിന് ശേഷം നമുക്ക് ആ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടർ തടവി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ സ്മൂത്ത് ബാറ്റർ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈ സൈഡിൽ ബബിൾസ് ഒന്നും കാണാൻ പാടില്ല, കാരണം അത് ആ കേക്ക് പൊന്തി വരുമ്പോഴത്തേക്കും അതിനെ ബാധിക്കും. അപ്പോൾ വിടവൊന്നും കാണാൻ പാടില്ല. എന്നിട്ട് ഈ ഒരു കുക്കർ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അതായത് ഇതിനകത്ത് ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ അടപ്പെടുത്തങ്ങ് അടച്ചിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കുക എന്നുള്ളതാണ്. വിസിലിടാൻ മറക്കരുത്, വിസിൽ വേണം.
അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ ഒരു ദോശക്കല്ലോ പാനോ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ കുക്കർ വെക്കുന്നത്. അങ്ങനെ വെക്കുന്ന കാരണം എന്ന് പറയുമ്പോൾ എന്നാലേ ഹീറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു 40 മിനിറ്റ് നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ചൂടൊക്കെ കിട്ടുള്ളൂ. ആ വിസിലിടാൻ മറക്കരുത്. ഇനി നമുക്ക് ആ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ 1 കപ്പ് മൈദയാണ് ഇവിടെ എടുക്കുന്നത്. 1 കപ്പ് മൈദ എടുത്ത് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തോടുള്ള താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ മധുരം ഇത് കുറച്ച് മധുരമേ കാണുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 2 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ, നല്ല ബ്രൗൺ കളർ ആവുന്നവരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇതാ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കുക്കറിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ അതിലോട്ട് ഒരു കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ കരിക്കട്ടയാവുന്ന പോലെ രീതിയിൽ തന്നെ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കുക, അതൊക്കെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവാകുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ശകലം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം ഇത് അടിയിൽ പിടിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതൊരു ഫ്ലൂയിഡ് പരുവത്തിലായി, ഒരു ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലായി വരുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഈ തരിയൊന്നും വരാൻ പാടില്ല, ക്രീമാണ്. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് നിങ്ങൾ ഓഫ് ചെയ്യുകയൊന്നും ചെയ്യരുത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു പരുവായി. കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ആ ക്രീമിൻ്റെ ഒരു പരുവം വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഓക്കെ, എന്നാൽ ഈ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഈ ഒരു പരുവാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയമാവും ഇത് ഇങ്ങനെ വരണമെങ്കിൽ. അപ്പോൾ ആവശ്യത്തിന് മധുരമൊക്കെ നിങ്ങൾക്ക് ഇപ്പം നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൂടാക്കുന്നതനുസരിച്ച് ഇത് നല്ല കട്ടിയായി വരുന്നതാണ്. പിന്നെ നമുക്ക് അത് കേക്കിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഡിസൈനിങ് ഒന്നും എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചെറീസ് ഒക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളതും കൂടെ ഞെക്കി വെക്കുക. എന്നാലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.